നമസ്കാരമുണ്ട്. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു 57 സെൻറ്റ് കരഭൂമിയാണ്. ഇതിൽ കൂടുതലും റബ്ബർ മരങ്ങളാണുള്ളത്, തെങ്ങ് മരവുമുണ്ട്. ഇവിടെ പണ്ട് ആളതാമസം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ വീടെല്ലാം താമസമില്ലാത്തതുകൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. കറണ്ട് സൗകര്യം മറ്റുള്ള എല്ലാം ഇതിൽ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ചുറ്റുവട്ടത്തെല്ലാം ആൾക്കാർ താമസമുള്ളതാണ്. ഇതിലെ പഞ്ചായത്ത് വഴിയുണ്ട്. അപ്പോൾ ഇതിലെത്തിച്ചേരാനായിട്ട് നമുക്ക് പേരയത്ത് നിന്ന് രണ്ടായിട്ട് തിരിയുന്ന റോഡ്, ഒന്ന് നെടുമ്പങ്ങാട് സൈഡിലേക്ക് പോകുന്നത്, മറ്റൊന്ന് ചെല്ലഞ്ചിയിലേക്ക് വരുന്നത്. അപ്പോൾ പേരയം ചെല്ലഞ്ചി ആനക്കുളം റോഡിൽ അതിലേക്കൂടെ വന്നാൽ നമുക്കിവിടെ എത്തിച്ചേരാം. അതല്ലെങ്കിൽ നമ്മൾ ചെല്ലഞ്ചിയിൽ ചെന്ന് കഴിഞ്ഞാൽ ചെല്ലഞ്ചി സ്കൂളിൻ്റെ അവിടെ നിന്ന് മേലോട്ട് ഒരു 200 മീറ്റർ മേലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ ചേരാൻ കഴിയുന്നതാണ്. കല്ലറ ഭാഗത്തു നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ചെല്ലഞ്ചി പാലം കഴിഞ്ഞ് ഒരു 150 മീറ്റർ കഴിയുമ്പോഴത്തേക്ക് ചെല്ലഞ്ചി സ്കൂളെത്തി. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു 150 മീറ്റർ മേലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെത്താം. ഇത് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതാണ് നന്ദിയോട് സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് പേരയം ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഒന്ന് നെടുമങ്ങാട്ടത്തേക്ക് പോകുന്ന റോഡും മറ്റൊന്ന് ആനവിള ചെല്ലഞ്ചി റോഡുമാണ്. അപ്പോൾ ഈ റോഡ് നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ത്രിവേണി ജംഗ്ഷനിൽ എത്താൻ കഴിയും. ഇതാണ് ത്രിവേണി ജംഗ്ഷൻ. ത്രിവേണി ജംഗ്ഷനിൽ നിന്ന് നേരെ ഈ ക്ഷേത്ര ആർച്ചിൻ്റെ അതിലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെന്നെത്തുന്നത് ചെല്ലഞ്ചിയിലാണ്. കല്ലറ മുതുകുള റോഡിലൂടെ നേരെ ചെല്ലുമ്പോഴത്തേക്ക് ചെല്ലഞ്ചി ജംഗ്ഷനായി. ട്രാൻസ്പോർട്ട് ബസ്സെല്ലാം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ മുതുകുള പോകുന്ന റോഡ്, മറ്റത് ഒന്ന് ആനക്കുളം റോഡ്. നമുക്ക് വലത്തോട്ട് ആനക്കുളം റോഡിലാണ് തിരിഞ്ഞ് ഒരു 200 മീറ്റർ മേലെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ നിർദ്ദിഷ്ട പ്രോപ്പർട്ടിയിലേക്ക് എത്താനുള്ള വഴിയായി. കല്ലറ സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുതുകുളയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെല്ലഞ്ചി പാലത്തിലേക്ക് എത്തിച്ചേരും. ഇത് ശിവഗിരി പൊന്മുടി ടൂറിസം വേയിലുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഈ പാലത്തിൽ നിന്ന് ഒരു 150 മീറ്റർ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലഞ്ചി UPS ആയി. ആ UPSൻ്റെ അവിടെ നിന്നാണ് നമുക്ക് തിരിഞ്ഞു പോകേണ്ടുന്നത്. അപ്പോൾ നമ്മൾ സ്കൂൾ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞ് അവിടെ ആനക്കുളം റോഡിൽ ഒരു 150 മീറ്റർ മേലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ നിർദ്ദിഷ്ട പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാം. 150 മീറ്റർ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കടയുടെ പുറകിലൂടെ നമുക്ക് സ്കൂട്ടർ വഴിയുണ്ട്. സ്കൂട്ടർ വഴിയിലൂടെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെത്താം. ഇനി മറ്റു വഴി പേരയം ആനവിള ചെല്ലഞ്ചി റോഡിലൂടെ വരുമ്പോൾ ബൈ റോഡായിട്ടാണ് നമുക്ക് കോൺക്രീറ്റ് റോഡ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാനായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ആ ബൈ റോഡ്. മേല് ആനക്കുളം ചെല്ലഞ്ചി പേരയം റോഡെന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഈ റോഡ്, കോൺക്രീറ്റ് റോഡാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഇറങ്ങി വരുന്നത്. ഇതാണ് മുഖ്യമായിട്ടുള്ള റോഡ്. അപ്പോൾ ഇത് വന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിൽ അവിടെ തീർന്നിരിക്കുന്നത്. അടുത്ത ബഡ്ജറ്റിൽ ഇത് നീട്ടി താഴെ വരെ കൊണ്ടുവരും ചെല്ലുന്നതായിരിക്കും. അപ്പോൾ വിശദമായ റോഡ് മാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇനി പ്രോപ്പർട്ടിയുടെ മറ്റ് ഭാഗങ്ങൾ എല്ലാം കൂടെ ഒന്ന് നമുക്ക് വാച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക. സ്ഥലം വന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക. നമ്മൾ പ്രോപ്പർട്ടി വന്ന് കാണാനുള്ള അറേഞ്ച്മെൻറ്റുകളെല്ലാം ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.